Hi friends, welcome back to Widget Master. ഇപ്പോൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഫേസ് 6 ബന്ധപ്പെട്ട കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും സീക്രട്ട് വാഴ്സിനും ഇതുകൂടാതെ അവഞ്ചേഴ്സ് ഡൂംസ് ഡേക്കും ഇടയിലായിട്ട് വരാൻ പോകുന്ന ചില സിനിമകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ സ്പൈഡർമാൻ 4 ഉൾപ്പെടുന്നു, ഷാങ്ചിയുടെ അടുത്ത പാർട്ട് ഉൾപ്പെടുന്നുണ്ട്, അതേപോലെ തോർ 5 ഉണ്ട്. അതോടൊപ്പം ഫാന്റാസ്റ്റിക് ഫോറിന്റെ ചില അപ്ഡേറ്റുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ എന്തെങ്കിലും നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് ഈ കിട്ടിയ അപ്ഡേറ്റുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് നടക്കാൻ മാനും നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ നിങ്ങളുടെ വിഷയം എന്താണ്, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആരെ തന്നെ പറയാനുള്ളത് സ്പൈഡർമാൻ 4 ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അഥവാ സ്പൈഡർമാൻ 4 ഓൾമോസ്റ്റ് കൺഫേം ആണ് എന്നുള്ള വിവരം തന്നെയാണ് നമ്മളിലേക്ക് ലഭിക്കുന്നത്. നോവേ ഹോമിന് ശേഷം കാര്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ സ്പൈഡർമാൻ യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒഫീഷ്യലി ലഭിച്ചിട്ടില്ല. സോണിവേഴ്സിലൂടെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പോലും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സുമായി കണക്ട് ചെയ്ത് ഒരു അപ്ഡേറ്റും അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ പോലും സ്പൈഡർമാൻ 4 നമുക്ക് ലഭിക്കുന്നു എന്നുള്ള വാർത്ത കൺഫേം തന്നെയാണ്. ഇപ്പോൾ മനസ്സിലായ പ്രകാരം ഡൂംസ് ഡേക്കും ഇതുകൂടാതെ സീക്രട്ട് വാഴ്സിനും ഇടയിലായിട്ടായിരിക്കും ഈ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നതെന്നും ഇത് ഒരു പരിധിവരെ മൾട്ടിവേഴ്സൽ കണക്ഷനും അതോടൊപ്പം ഹോം ഗ്രൗണ്ട് റിയാലിറ്റീസിനെ എല്ലാം ഉൾപ്പെടുത്തി തന്നെയുള്ളതാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. സോ എന്തൊക്കെ തന്നെയാലും അത് സത്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്പൈഡർമാനെയും ഒരിക്കൽ കൂടി ഇനി മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ കാണും. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുശേഷം സീക്രട്ട് വാഴ്സും ഇതുകൂടാതെ ഡൂംസ്ഡേയിലും കാണുമെങ്കിൽ പോലും പൂർണ്ണമായിട്ടുള്ളൊരു സ്പൈഡർമാൻ്റെ ഈ യൂണിവേഴ്സിലെ എക്സിസ്റ്റൻസ് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് സോണിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ശേഷം അടുത്തിടെ പറയാനുള്ളതാണ് ഷാങ്ചിയുടെ സെക്കൻഡ് പാർട്ട്, ഷാങ്ചി ദ ബ്രേക്കേജ് ഓഫ് ടൈം. ഇത്തരത്തിലാണ് ഈ ഒരു സിനിമയുടെ പേരെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായി വരാം. ഒരിക്കലും കൺഫേം അല്ല, എന്നാൽ പോലും ഇത്തരത്തിലായിരിക്കും സിനിമയുടെ പേര് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാനും സാധിക്കുന്നു. ഇത് മാത്രമല്ലാതെ ഈ ഒരു സിനിമയിലൂടെ ആയിരിക്കും എങ്ങനെ ഷാങ്ചി മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് എൻട്രി ആകുന്നതും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എൻട്രി ആകുന്നതെന്നും ഇത് മാത്രമല്ലാതെ കാങ് ദ കോൺഗർ എന്ന ആ ഒരു വില്ലൻ എങ്ങനെ മാറിയെന്നും അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു യൂണിവേഴ്സിൽ നിന്ന് പോയി പകരം ഡൂം ആ ഒരു സ്ഥാനം ഏറ്റെടുത്തു എന്നുള്ള കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം ഷാങ്ചിയുടെ സിനിമയിലൂടെ തന്നെയാണ് നമുക്ക് എന്തോ ഒരു തരം ബീക്കണിനെ പറ്റി അറിവുണ്ടായിട്ടുള്ളത്. എന്നാൽ ആ ഒരു വിവരം അവിടെ കൊണ്ട് അവസാനിച്ചു. ഒരു വിവരം നമുക്ക് അതിനുമായി ബന്ധപ്പെട്ട് പിന്നീട് ലഭ്യമായിട്ടില്ല. മാർവൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ട് ആലോചിച്ചില്ല എന്ന് വേണമെങ്കിലും പറയാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ മനസ്സിലായ പ്രകാരം ഈ ഒരു സിനിമയിലൂടെ ഡോക്ടർ ഡൂമിന്റെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്കുള്ള എൻട്രി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതേസമയം കാങ് ദ കോൺഗർ എന്ന ഒരു വില്ലിന് എന്ത് പറ്റി അല്ലെങ്കിൽ ഇനി വരുമോ എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ഈ ഒരു ലീക്കിലൂടെ അവകാശപ്പെടുന്നുണ്ട്. റെഡിറ്റിലൂടെ പുറത്തു വന്ന ഈ ലീക്ക് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഫേസ് 4 ആ ഒരു കംപ്ലീറ്റ് തിയറി തന്നെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ടൈം ലൈനിനെ തന്നെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. എത്രമാത്രം കൺഫേം ആണെന്ന് ഒരിക്കലും നമുക്കത് പറയാനും സാധിക്കില്ല. ശേഷം ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു ലീക്കിലായിട്ട് അവർ അടുത്തായിട്ട് അവകാശപ്പെടാൻ പോകുന്ന ഒരു സിനിമ തന്നെയാണ് തോർ 5. തോർ 5 മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉണ്ട് എന്നുള്ളത് കൺഫേം ആണ്. ഈ ഒരു സിനിമയിൽ തോറിനോടൊപ്പം പ്രധാനമായിട്ടും ഹെർക്കുലീസിനെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ ഹെർക്കുലീസ് ഒരു വില്ലനായിട്ട് ആയിരിക്കില്ല, മറിച്ച് ഒരു ആന്റി ഹീറോ എന്ന കഥാപാത്രമായിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു സിനിമയിൽ വരാൻ പോകുന്നത്. ഇവർക്ക് രണ്ടാൾക്കും എതിരായിട്ട് ഒരു വലിയ കൊടും വില്ലൻ കാണുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തോറിന്റെ ആ ഒരു പൂർണ്ണ പവറും ഇതുകൂടാതെ തോർ എത്രമാത്രം ശക്തനാണ് എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു സിനിമയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ഇപ്പോൾ പറയപ്പെടുന്നു. എന്നാൽ ഒരിക്കലും തോർ 4 പോലൊരു സിനിമ ആയിരിക്കില്ല തോർ 5 എന്ന് കൺഫേം ആണ്. അഥവാ കുറേയധികം ഡാർക്കർ ആയിട്ടുള്ള ഒരു തോറിന്റെ സൈഡായിരിക്കും നമ്മൾ ഈ ഒരു സിനിമയിലൂടെ കാണാൻ പോകുന്നത്. പ്രധാനമായിട്ടും കുറെ കൂടി ബ്രൂട്ടൽ ആയിട്ടുള്ള തോറിനെയും അതേപോലെ തോറിന്റെ ആ ഒരു കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള പവറും നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ സാധിക്കുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൃത്യമായിട്ടും അതിന് കാര്യമായിട്ടുള്ള റീസണുമുണ്ട്. അഥവാ തോർന്ന കഥാപാത്രം കോമിക്സിൽ എത്രമാത്രം ശക്തനാണെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. എന്നാൽ സിനിമയിൽ അത്തരത്തിൽ തോറിനെ അവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇതിന്റെ അടുത്ത വരാൻ പോകുന്ന സിനിമ അഥവാ ഡൂംസ് ഡേ ഇതോടൊപ്പം സീക്രട്ട് വാഴ്സ് പോലൊരു സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ തോറിനെ അത്തരത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു യൂസ് ഉണ്ടാകില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കോമിക് ആക്യുറസി ഒരിക്കലും കംപ്ലീറ്റ് ആക്കാൻ സാധിക്കില്ല. ആ ഒരു വില്ലനെ നേർക്കുനേർ നിന്ന് ഒന്നും തന്നെ ചെയ്യാനും സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ തോറിനെ ആ ഒരു കംപ്ലീറ്റ് കോമിക് ആക്യുറേറ്റ് ആക്കി മാറ്റേണ്ടത് മാർവലിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. ഇത് മാത്രമല്ലാതെ സീക്രട്ട് വാഴ്സിൽ തോറിന് അത്രമാത്രം പ്രാധാന്യം തന്നെയുണ്ട്. കോർകോപ്സ് ഉൾപ്പെടെയുള്ളവയുടെ എല്ലാം രാജാവാണ് നമ്മുടെ ഈ നായകൻ. ഇത്രയും പ്രധാനപ്പെട്ട സിനിമകളെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ പോലും മാർവലിന്റെ ആ ഒരു സീരീസുകളെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മനസ്സിലായത് പ്രകാരം മാർവൽ ഇനി അങ്ങോട്ട് ഒന്നിലധികം സീസണുകൾക്ക് പ്രാധാന്യം നൽകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അഥവാ മാർവൽ ഇതുവരെ ഫോളോ ചെയ്തത് ലിമിറ്റഡ് സീരീസുകൾ മാത്രമാണ്. അഥവാ ഒരു സീസൺ കൊണ്ട് അവസാനിക്കുക എന്നുള്ള രീതി തന്നെ ഒരു സീസണിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും അവർ കല രൂപീകരിക്കുന്നതും ഷൂട്ടിംഗ് മറ്റും ആരംഭിക്കുന്നതും. പിന്നീട് ആ ഒരു സീരീസിന്റെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അവർ അതിന്റെ സീസൺ 2 ഇതുകൂടാതെ ബാക്കിയുള്ള മുൻപോട്ടുള്ള കാര്യങ്ങളോ
തീരുമാനിക്കുകയുള്ളൂ. എന്നാൽ ഇനി അങ്ങോട്ട് മാർവൽ അത്തരത്തിൽ ചിന്തിക്കുകയില്ല. മറിച്ച് എന്താണോ പ്രോപ്പർ കഥ അതിനെ 3-4 സീസൺസുകളാക്കി മാറ്റി അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഡേ ഡെവിൾ ബോൺ അഗൈൻ അതിന്റെ ആദ്യ ആരംഭം തന്നെയാണ്. സീസൺ 1 ഇപ്പോൾ കംപ്ലീറ്റഡ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളും പൂർണ്ണമായിരിക്കുന്നു. സീസൺ 2ന്റെ ഷൂട്ടിങ്ങും മറ്റും ഉടനെ ആരംഭിക്കുമെന്നും ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. സോ എന്തായാലും ഇപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് നമുക്ക് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കാത്തിരിക്കാം എന്തായിരിക്കും ഫ്യൂച്ചർ അപ്ഡേറ്റുകളെ പറ്റിയിട്ടുള്ളത് എന്ന്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയുടെ അവസാനിപ്പിക്കാം. സോ അതോടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം അഭിപ്രായങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തിയറീസും പ്ലോട്ട്സും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഇതിന്റെ എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത പ്രതീക്ഷയോടെ എൻ്റെ ലെവൽ യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.